മാവൂർ പാറമൽ സ്വദേശി ലസീന നൌഷാദ് രചിച്ച കവിതാ സമാഹാരം ഫ്ലോട്ടില്ല മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ടീച്ചർ പ്രകാശനം ചെയ്തു. മാധ്യമം സീനിയർ സബ് എഡിറ്റർ ടി.എം. അബൂബക്കർ പുസ്തകം ഏറ്റുവാങ്ങി. ബുക്ക് ആൻഡ് പ്രിന്റ് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൽ ജീവിതഗന്ധികളായ 42 കവിതകളാണുള്ളത്. വായിക്കും പോലെയാണ് കവിതകൾ വായിച്ചു പോവാൻ സാധിക്കും. പക്ഷെ അതിൽ അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കും. അവർ പഴയ എല്ലാം മാറി. ആ മാറ്റത്തിനനുസരിച്ച് കവിതയും കഥയും മറ്റു ആനുകാലിക സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലഘട്ടത്തിലും വീട്ടമ്മയായിട്ടുള്ള ലസിതയ്ക്ക് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പം പ്രത്യേകിച്ച് നേരത്തെ സ്വാഗതം പറഞ്ഞ 25ഓളം പെണ്ണെഴുത്തുകാരുണ്ട്. അവര് ഒരു ഒന്നിച്ചുള്ളൊരു പുസ്തക പ്രകാശനം നടത്താൻ ഉണ്ട്. പെണ്ണെഴുത്തുകാർ ഒരുപാടുണ്ട്. പക്ഷെ ചിലർക്കൊക്കെ മനസ്സിൽ കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ ഉണ്ടാവും. പറ്റിയൊരു സാഹചര്യം ഉണ്ടാവില്ല. ആ സാഹചര്യമൊക്കെ തരണം ചെയ്തുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതാൻ അതിന് മനസ്സ് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എങ്കിൽ പോലും ഈ കവിതകൾ എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന കവിതകളുണ്ട്. ഗസ അതിലെ പലസ്തീനും അതുപോലെ സുമൂദ് ഫ്ലോട്ടിലെയും കവിതകളുണ്ട്. അതുപോലെ പ്രളയവും കൊറോണ വൈറസും അതുപോലെയുള്ള സംഭവങ്ങൾ ആരുണ്ട്. രാഷ്ട്രീയങ്ങളിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പകപോകലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഇന്ന് നടക്കുന്ന ലഹരി അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ പറയുന്ന കുറേ കവിതകളുടെ കൂട്ടമാണ് ഈ കവിതാ സമാഹാരത്തിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ഈ കവിത രചിക്കുന്നതിന് ലസീന നൌഷാദ് അവർക്ക് ഇനിയും കൂടുതൽ കവിതകൾ എഴുതാനും കൂടുതൽ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടാനും കവിതാ സമാഹാരങ്ങൾ അവർക്ക് പ്രസിദ്ധീകരിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാവൂർ പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PC അനസ്, ഫൗസിയ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എഴുത്തുകാരനും നിരൂപകനുമായ PT കുഞ്ഞാലി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എവിടെയെങ്കിലും പണ്ട് കാലത്തൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പാവാട എടുത്തുകൊണ്ട് വരുന്ന പിള്ളേരുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്ക് എനിക്കൊക്കെ അറിയാം. പാവാട എടുത്തുകൊണ്ടാണ് അന്ന് വരിക. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ, ചാവണി പ്രായത്തിൽ പാതി വിടർന്നു നീ, പൂഞ്ചേര പരുവത്തിൽ പൂവായി. ഇപ്പൊ പാവാട എടുത്തുകൊണ്ട് വരുന്ന ഒരു കുട്ടിയെ കേരളം മുഴുവൻ പോയ കാണില്ല. 90 വയസ്സായ ഒരു മുത്തശ്ശിയും ചുരിദാറിട്ട് വരുന്ന ഒരു കാലമായി മാറി. ഉപേക്ഷത്തിൽ മാറി, ഭക്ഷണത്തിൽ മാറി. എന്തൊക്കെ കാലത്ത് ഞാൻ കഴിച്ച ചക്കയും കഞ്ഞിയൊന്നും എന്റെ പേരക്കുട്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച കഴിക്കില്ല. അവർക്ക് വേണ്ട ഭക്ഷണം നമ്മളിപ്പോ അന്ന് കേൾക്കാത്ത ആഹാരത്തിന്റെ നിരവധി രൂപാന്തരങ്ങളാണ് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ മുഖ്യമായ ആഹാരം. അതിൽ മാറി, വേഷത്തിൽ മാറി, ഭാഷയിൽ മാറി, വാഹനത്തിൽ മാറി. ബുക്ക് ആൻഡ് പ്രിന്റ് ഡയറക്ടർ സിദ്ദീഖ് കുറ്റിക്കാട്ടൂർ സ്വാഗതം പറഞ്ഞു. ഗ്രന്ഥരചയിതാവ് ലസീന നൌഷാദ് നന്ദി പറഞ്ഞു. സന്ദർഭങ്ങൾ വരുമ്പോൾ എഴുതി തുടങ്ങിയതാണ്. ചെറിയ രീതിയിലൊക്കെ എഴുതി തുടങ്ങി. ഒരു 4-5 വർഷമായി സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ബുക്കാൻ വേണ്ടി വളരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് സാധിച്ചു. എല്ലാവരോടും നന്ദി മാത്രം. അബ്ദുള്ളക്കുട്ടി ചെറുപ്പ, P. അബ്ദുൽ ലത്തീഫ്, PK അബ്ദുറഹിമാൻ പാറമൽ, മുഹമ്മദ് ചക്കിക്കാവിൽ, PK സൈനബ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.